Hello all, welcome to One's Classes. അപ്പം നമ്മളെന്താണ് PSC പോലത്തുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പവർ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കൺവെൻഷണൽ എനർജി സോഴ്സസ് അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സ് ഓഫ് ജനറേഷൻ, അതായത് പവർ സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന എക്കണോമിക്സ് ഓഫ് ജനറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ടോപ്പിക്കിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്, ആ ടേംസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ലോഡ് കർവ്സ്. അപ്പോൾ എന്താണ് ഒരു ലോഡ് കർവ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതാണ് നമുക്ക് ഫസ്റ്റ് അറിയാനുള്ളത്. സോ ലോഡ് കർവ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ബിറ്റ്വീൻ ദ ലോഡ് ഇൻ കിലോ വാട്ട് ആൻഡ് ടൈം. സോ ലോഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. എന്തൊക്കെ തമ്മിലുള്ളത്? ലോഡും അതേപോലെ തന്നെ ടൈമും. ഈ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? കിലോ വാട്ടിലുള്ള ലോഡ് അതേപോലെ തന്നെ ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ലോഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഷോസ് എ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ പവർ സ്റ്റേഷൻ. ഇഫ് ടൈം ഈസ് ഇൻ അവേഴ്സ് ദ ലോഡ് കർവ് ഇസ് നോൺ ആസ് ഡെയിലി ലോഡ് കർവ്. അതായത് ഈ ഒരു ലോഡ് കർവിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുന്നത്? പവർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പവർ സ്റ്റേഷനിൽ വരുന്ന ലോഡ് വേരിയേഷൻ. അപ്പോൾ എത്രത്തോളമാണ് ലോഡ് വേരിയേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? ലോഡ് കർവിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ലോഡ് എന്തിലാണ്? കിലോ വാട്ടിൽ, അതേപോലെ തന്നെ ടൈം. അപ്പോൾ ഈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻറ്റ് റേഞ്ചിൽ വരാം അല്ലേ. അപ്പോൾ ഞാൻ ടൈം എടുക്കുന്നത് എന്താണ്? അവറിലെയാണ്, മണിക്കൂറിലെ ലോഡ് വേരിയേഷൻ വരുന്ന ഗ്രാഫാണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത് എങ്കിൽ ഞാൻ അതിനെ എന്ത് വിളിക്കും? ഡെയിലി ലോഡ് കർവ് എന്നാണ് അതിനെ വിളിക്കാൻ പോകുന്നത്. ഇഫ് ദ ടൈം ഈസ് ഇൻ മന്ത്സ്, അതായത് നമ്മൾ എടുക്കുന്ന ടൈം ഒരു മാസത്തെ അല്ലെങ്കിൽ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? ഇറ്റ് ഈസ് നോൺ ആസ് മന്ത്ലി ലോഡ് കർവ്. ആൻഡ് ഇഫ് ദ ടൈം ഈസ് ഇൻ ഇയേഴ്സ് ദ ലോഡ് കർവ് ഇസ് നോൺ ആസ് ഇയർലി ഓർ ആനുവൽ ലോഡ് കർവ്. അപ്പം നമ്മുടെ ഈ ലോഡ് കർവിനെ ഡിഫറെൻറ്റ് ഫോംസിലോട്ട് മാറ്റാം. എങ്ങനെ? ടൈം മാറ്റുന്നത് വഴി. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡെയിലി ആണ്. ഒരു ദിവസത്തെ മൊത്തം ലോഡ് വേരിയേഷൻസ് ആണെങ്കിൽ അതിനെന്ത് പറയും? ഡെയിലി ലോഡ് കർവ് എന്ന് പറയും. ഇപ്പം ഞാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു മാസത്തെ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും? മന്ത്ലി ലോഡ് കർവ് എന്ന് പറയും. ഒരു വർഷത്തെ മൊത്തം ആണെങ്കിൽ അതിനെന്ത് പറയും? ആനുവൽ അല്ലെങ്കിൽ ഇയർലി ലോഡ് കർവ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഡയഗ്രാം നോക്കാം. ഇവിടെ എന്താണ്? വൈ ആക്സിസിൽ എന്താണ്? ലോഡാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സിനകത്ത് എന്താണ്? ടൈമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ടൈം എന്താണ്? ഇൻ അവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടൈം അവേഴ്സിലായതുകൊണ്ട് തന്നെ എന്ത് പറയാം അതിനെ? ഡെയിലി ലോഡ് കർവ് എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഈ ഒരു ലോഡ് കർവിൻ്റെ പ്രത്യേകത നോക്കാം. ഇവിടെ എന്താണ്? 12 o'clockന് ലോഡ് ഇത്രയാണ് വരുന്നത്. സോ ടൈം പോകുന്നവരെന്താണ്? ലോഡ് വേരിയേഷൻ വരുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ എന്താണ്? ഹൈ ലോഡ് വന്നു. പിന്നെ എന്താണ്? ലോഡ് വേരിയേഷൻസ് വരുന്നുണ്ട്. സോ ഇങ്ങനെ ലോഡ് വേരിയേഷൻസ് ടൈമിനനുസരിച്ച് പ്ലോട്ട് ചെയ്യുന്ന ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ പറയുന്ന പേരാണ് എന്ത്? ലോഡ് കർവ് എന്ന്, അല്ലെങ്കിൽ ഡെയിലി ലോഡ് കർവ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ലോഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒരേപോലെയല്ല വരുന്നത്. ലോഡ് എന്താണ്? വേരിയേഷൻ വരുന്നുണ്ട്. ഇവിടെ ഹൈ ലോഡ് വരുന്നുണ്ട്, ഇവിടെ എന്താണ്? ലോ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ആക്ച്വൽ ലോഡ് കർവ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇപ്പോഴത്തെ എന്താണ്? തിയറിറ്റിക്കൽ ലോഡ് കർവ് വരച്ചിട്ടുണ്ട്. ഈ തിയറിറ്റിക്കൽ ലോഡ് കർവിൻ്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് 12 മുതൽ 2 മണി വരെ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലോഡാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 മുതൽ 4 വരെ എഗെയിൻ എന്താണ്? ലോഡ് കോൺസ്റ്റൻ്റ് ആണ്. 4 മുതൽ 6 വരെ എഗെയിൻ ലോഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് റെക്ടാങ്കുലർ ഷേപ്സിൽ വരയ്ക്കുന്ന ഈ ലോഡ് കർവാണ് എന്ത്? തിയറിറ്റിക്കൽ ലോഡ് കർവ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ വരച്ചതാണ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ആക്ച്വൽ ലോഡ് കർവ്. സെക്കൻഡ് വൺ വരച്ചതാണ് എന്ത്? തിയറിറ്റിക്കൽ ലോഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫിനകത്ത് നിന്നും ഒരു പോയിന്റ് കൂടി നമുക്ക് ഡ്രോ ചെയ്യാം. ഇതിനകത്ത് നോക്കാം, നമ്മുടെ ഫസ്റ്റത്തെ കർവിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഒരു ഡാഷ് ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലേ. സോ ഈ ഡാഷ് ലൈനിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ആവറേജ് ലോഡ്. ആവറേജ് ലോഡ് എന്ന് പറയുമ്പം ആ ഒരു എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ആവറേജ് ആയിട്ട്, അതായത് ശരാശരി എത്ര വരുന്നുണ്ട് ലോഡ്, ആ ഒരു എൻറ്റയർ ഡേ എടുക്കുമ്പം അതിനകത്ത് ആവറേജ് ആയിട്ട് എത്ര വരുന്നുണ്ട് ലോഡ്, അതാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഈ ഒരു ആവറേജ് ലോഡ് എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഒരു ടേം ഉണ്ട്, ഇതിനകത്ത് എന്താണ്? പീക്ക് ലോഡ് വരുന്നുണ്ട്. ഈ പീക്ക് ലോഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇപ്പോൾ ഒരു ഡേ ആണെങ്കിൽ ആ ഒരു ദിവസം ഫുള്ളിൽ എന്താണ്? മാക്സിമം ലോഡ് എത്രയാണോ വരുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്?
പീക്ക് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് 2 പോയിന്റ് കിട്ടി, ആവറേജ് ലോഡ് അതേപോലെ തന്നെ പീക്ക് ലോഡ്. സെയിം ഇതിനകത്ത് നിന്ന് എന്താണ് നമുക്ക് പീക്ക് ലോഡ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എന്ത് പീക്ക് ലോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പീക്ക് ലോഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീക്ക് ലോഡ് വരുന്ന ആ ഡ്യൂറേഷൻ ഓഫ് ടൈമിനെയാണ് എന്ത് പറയുന്നത്, പീക്ക് ലോഡ് പീരീഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഒരു പോയിന്റ് കൂടി പറയാൻ പറ്റും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകണം. അതായത് ഈ കർവിന് അണ്ടറിൽ വരുന്ന ഏരിയ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ കർവിനകത്ത് വരുന്ന ഏരിയ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എത്ര യൂണിറ്റ്സ് ഓഫ് എനർജിയാണ് ആ ഒരു പവർ പ്ലാന്റ് ജനറേറ്റ് ചെയ്തത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഷെയ്ഡഡ് പോർഷൻ, ഈ ഗ്രാഫിനകത്ത് തിയററ്റിക്കൽ ലോഡ് കർവ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഷെയ്ഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, എനർജി ജനറേറ്റഡ് കിലോ വാട്ട് അവർ. അതായത് ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ എത്ര എനർജീസ് ആണ് അല്ലെങ്കിൽ എത്ര യൂണിറ്റ്സ് ഓഫ് എനർജീസ് ആണ് ജനറേറ്റ് ചെയ്തത് എന്നുള്ളൊരു ഇൻഫർമേഷൻ തരുന്നതാണ് എന്ത്, ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ. സോ ഈ ഒരു ലോഡ് കർവിൽ നിന്ന് നമുക്ക് 3 ഇൻഫർമേഷൻസ് ആണ് കിട്ടിയത്. ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ് ആവറേജ് ലോഡ് അല്ലെങ്കിൽ ശരാശരി എത്ര ലോഡാണ് വരുന്നത്. സെക്കൻഡ് വൺ കിട്ടിയതായിരുന്നു പീക്ക് ലോഡ്, അതായത് മാക്സിമം ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ മാക്സിമം ലോഡ് എത്രയാണ് വരുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്, പീക്ക് ലോഡ് എന്ന് പറയുന്നത്. തേർഡ് ക്വാണ്ടിറ്റി കിട്ടിയതായിരുന്നു എന്താണ്, ആ ഒരു ലോഡ് കർവിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ ഫുൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്, എനർജി ജനറേറ്റഡ്. അതാണ് എന്ത്, ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് എനർജി ജനറേറ്റഡ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എന്ത്, നമുക്ക് ഈ ഒരു ലോഡ് കർവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ എന്താണ്, ലോഡ് കർവ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഈ ലോഡ് കർവിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ്, ലോഡ് വേരിയേഷൻ ഡ്യൂറിങ് ഡിഫറെൻറ്റ് അവേഴ്സ് ഓഫ് ഡേ. അതായത് ഒരു ദിവസത്തിൽ എങ്ങനെയൊക്കെയാണ് ലോഡ് വേരി ചെയ്തത്. ചിലപ്പോൾ എന്തായിരിക്കും, ഡേ ടൈമിൽ ലോഡ് റിക്വയർമെൻറ്റ് കുറവായിരിക്കും, നൈറ്റ് ടൈമിൽ ലോഡ് റിക്വയർമെൻറ്റ് കൂടുതലായിരിക്കും. അപ്പം ഏതൊക്കെ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഏതൊക്കെ ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് ലോഡ് കൂടുതൽ റിക്വയർ ചെയ്തത് അല്ലെങ്കിൽ ഏതൊക്കെ ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് ലോഡ് കുറവ് വന്നിരിക്കുന്നത്, ആ ഒരു ലോഡ് വേരിയേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ലോഡ് കർവിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഫസ്റ്റത്തെ നമ്മളുടെ എന്ത് ഇൻഫറൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് എന്ത്, ദ ഏരിയ അണ്ടർ ദ കർവ് റെപ്രസെൻറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഡേ. തൊട്ട് മുമ്പ് പറഞ്ഞു, ആ ഒരു കർവിന് അണ്ടറിൽ വരുന്ന ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, അതിൽ നിന്ന് എത്ര യൂണിറ്റ്, മൊത്തത്തിൽ എത്ര യൂണിറ്റ്സ് ഓഫ് എനർജി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആ ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ എന്ത് രണ്ടാമത്തെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ എന്താണ്, പീക്ക് ഓഫ് ദ കർവ്. ആ ഒരു കർവിൻ്റെ പീക്ക് വാല്യൂ. തൊട്ട് മുമ്പത്തെ കേസിൽ എന്താണ്, ഇതാണ് എന്ത് വന്നിരിക്കുന്നത്, എനിക്ക് പീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, പീക്ക് ലോഡ് എന്ന് പറയുന്നത്. സോ ടെക്നിക്കലി ഒരു പീക്ക് ലോഡിനെ വേറൊരു ടേം വെച്ച് പറയും, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ മാക്സിമം ഡിമാൻഡ്. അതിനെയാണ് എന്ത് പറയുന്നത്, മാക്സിമം ഡിമാൻഡ്. ആ ഒരു കർവിൻ്റെ പീക്ക് വാല്യൂ, കർവ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ കർവ് ടോട്ടൽ കർവിലെ എവിടെയാണോ മാക്സിമം വരുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്, മാക്സിമം ഡിമാൻഡ് ഓൺ ദ സ്റ്റേഷൻ ഓൺ ദ പെർട്ടിക്കുലർ ഡേ. ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ മാക്സിമം എന്താണോ അതാണ് എന്ത് മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. അതാണ് തേർഡ് ഇൻഫറൻസ്. ഫോർത്ത് വൺ എന്ന് പറയുന്നതാണ് ദ ഏരിയ അണ്ടർ ദ കർവ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് അവേഴ്സ് റെപ്രസെൻറ്റ് ദ ആവറേജ് ലോഡ് ഓൺ ദ പവർ സ്റ്റേഷൻ. അപ്പോൾ തൊട്ട് മുമ്പ് ഗ്രാഫിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ്, ആ ഗ്രാഫിനകത്ത് എന്ത് എടുത്തു, നമ്മളൊരു ഡാഷ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഡാഷ് ലൈനാണ് എന്ത് പറഞ്ഞ്, ആവറേജ് ലോഡ് എന്ന് പറഞ്ഞ്. ഈ ആവറേജ് ലോഡ് നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും, ആവറേജ് ലോഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്, ടോട്ടൽ എനർജി എത്ര ജനറേറ്റ് ചെയ്തു എന്നുള്ളത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ആ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ എനർജി ജനറേറ്റഡിനെ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ടൈം എത്രയുണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്, നമ്മളുടെ ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. ആ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് എനർജി ജനറേറ്റഡിലെ ആവറേജ് എത്രയാണ്, അതായത് ശരാശരി എത്ര ലോഡാണ്, എത്രയാണ് ജനറേറ്റ് ചെയ്തത് എന്നുള്ള ഇൻഫർമേഷൻ എന്തെന്ന് കിട്ടും, നമുക്ക് ഈ ആവറേജ് ലോഡ് എന്ന് കിട്ടും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കർവിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ഏരിയ ഓഫ് ദ കർവ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ്. അപ്പോൾ നമുക്കിത് തന്നെ എന്ത് എഴുതാം, ആവറേജ് ലോഡിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ആവറേജ് ലോഡ് ഈക്വൽ എന്താണ്, ഏരിയ അണ്ടർ ലോഡ് കർവ്.
ലോഡ് കർവിൻ്റെ ഏരിയ എടുക്കുക, എന്നിട്ട് ആ ഏരിയനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? നമ്പർ ഓഫ് അവേഴ്സ്. നമ്പർ ഓഫ് അവേഴ്സ്. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്? ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് എന്ത്? ഇൻഫർമേഷൻ ഫ്രം ദ ലോഡ് കർവ് ഹെൽപ്സ് ഡിസൈഡിങ് ദ size of units to be installed and also in preparing the schedule of operation of generating units. അപ്പോൾ ഈ ഒരു ലോഡ് കർവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അടുത്തൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡിസൈഡിങ് ദ സൈസ് ഓഫ് യൂണിറ്റ്സ് ടു ബി ഇൻസ്റ്റാൾഡ്. അതായത് എത്ര യൂണിറ്റ്സ് ഇനി ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് എന്താണ്, നമുക്ക് ലോഡ് കർവിൽ ചില ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എന്താണ് കൂടുതൽ ലോഡ് ഡിമാൻഡ് വരികയാണ്. അതായത് പീക്ക് ലോഡ് എന്താണ് കൂടുതലാണ്. നമ്മളുടെ അവൈലബിൾ കപ്പാസിറ്റീനേക്കാളും ആ ഒരു പവർ സ്റ്റേഷൻ്റെ കപ്പാസിറ്റീനേക്കാളും കൂടുതലാണ് റിക്വയർ ചെയ്യുന്നത് എങ്കിൽ എന്താണ്, ഒരു പുതിയ യൂണിറ്റ് കൂടി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു ലോഡ് കർവിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടും? അഡീഷണൽ യൂണിറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഇതിനകത്ത് നിന്നും കിട്ടും. അതേപോലെ തന്നെ എന്താണ്, പ്രിപ്പയറിംഗ് ദ ഷെഡ്യൂൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ജനറേറ്റിംഗ് യൂണിറ്റ്സ്. ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്ന ആ ഒരു കാര്യം കൂടി നമുക്ക് നിന്ന് കിട്ടും. അതായത് ഏതൊക്കെ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ആണ് ഏതൊക്കെ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സപ്പോസ് വിചാരിക്കാം നമ്മുടെ ഈ ഒരു കർവ്, പ്രീവിയസ് കർവ് നോക്കുകയാണെങ്കിൽ ഈ 12 മുതൽ എത്രയാണ്, ഈ ഒരു 8 വരെ, അതായത് മോർണിംഗ് ടൈമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഏർലി മോർണിംഗ് ടൈമിൽ 12 മുതൽ 8 വരെ എന്താണ്, ലോഡ് ഡിമാൻഡ് കുറവാണ്. അപ്പോൾ ഈ ലോഡ് ഡിമാൻഡ് കുറവാണെങ്കിൽ എന്താണ്, അത്ര ജനറേറ്റിംഗ് യൂണിറ്റ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, ഓപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മളുടെ പവർ സ്റ്റേഷനിലിരിക്കുന്ന ഓപ്പറേറ്റർ ഡിസൈഡ് ചെയ്യും ലോഡ് റിക്വയർമെൻറ്റ് കുറവാണ്. സോ അതിൻ്റെ ബേസിസിൽ എന്താണ്, കുറച്ച് യൂണിറ്റ്സിനെ മാത്രമേ ടേൺ ഓൺ ചെയ്യുള്ളൂ. അതിനുശേഷം 8 മുതൽ എന്താണ്, ഇവിടെ 12 എടുക്കുകയാണെങ്കിൽ എന്താണ്, ലോഡ് കുറച്ച് കൂടി. സോ ലോഡ് കുറച്ച് കൂടുമ്പോൾ എന്താണ്, 8 o'clock മുതൽ എന്ത് ചെയ്യും, പുതിയ യൂണിറ്റ് ആഡ് ചെയ്ത് തുടങ്ങും. പുതിയ യൂണിറ്റ് ആഡ് ചെയ്ത് തുടങ്ങുമെന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഓഫ് ആയിരിക്കുന്ന യൂണിറ്റ് സ്റ്റാർട്ട്സ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. ഓക്കെ, എഗെയിൻ ഈ ഒരു 12 to 2 എന്ന് പറയുന്ന ലോഡ് ഡിമാൻഡ് കുറച്ച് കുറഞ്ഞു. സോ ലോഡ് ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഓൺ ചെയ്ത കുറച്ച് യൂണിറ്റ്സ് ഒന്ന് യൂണിറ്റ് എന്താണ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ലോവർ ചെയ്യും. അതാണ് ഈ ഒരു പോർഷനിൽ. എഗെയിൻ ലോഡ് ഡിമാൻഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, അടുത്ത ജനറേറ്റിംഗ് യൂണിറ്റ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഏതൊക്കെ ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഏതൊക്കെ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഓഫ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും, നമുക്ക് ലോഡ് കർവ് എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എന്ത് ലോഡ് കർവിൽ നിന്ന് കിട്ടുന്നത്. അതാണ് എന്ത് ലോഡ് കർവിൻ്റെ സിഗ്നിഫിക്കൻസ്. അതായത് എന്തുകൊണ്ടാണ് നമ്മളൊരു ലോഡ് കർവ് വരയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺസ് ആണ് ഇത്രയും കാര്യങ്ങൾ. അതായത് ലോഡ് വേരിയേഷൻ ഒരു ഡേയിൽ എങ്ങനെയൊക്കെയാണ് ലോഡ് വേരി ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ആ കർവിലെ ഏരിയ എന്താണ്, ആ കർവിൻ്റെ ടോട്ടൽ ഏരിയ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പീക്ക് ലോഡ് എത്രയാണ്, അതായത് മാക്സിമം എത്രയാണ് ലോഡ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ആവറേജ് ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ശരാശരി ആ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ എത്രയാണ് ആവറേജ് ആയിട്ട് ലോഡ് വരുന്നത് എന്നുള്ളത് കിട്ടും. ലാസ്റ്റ് വൺ എന്താണ്, ഷെഡ്യൂളിങ്. അതായത് ഓരോ ജനറേറ്റിംഗ് യൂണിറ്റ്സിൻ്റെയും ഓപ്പറേഷൻ എപ്പോഴാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നുള്ള ഇൻഫർമേഷനാണ് ഇതിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് എന്ത് ലോഡ് കർവിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കുറച്ച് ടേംസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ടേംസ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് എന്ത്, ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു ലോഡ് ഫാക്ടർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? സോ ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ ഏരിയ അണ്ടർ ദ കർവ് ടു ദ ടോട്ടൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഗീവ്സ് ദ ലോഡ് ഫാക്ടർ. അപ്പോൾ എന്താണ് ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നതാണ് കർവിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അതായത് നമുക്കൊരു ലോഡ് കർവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കർവിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഏരിയനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, ടോട്ടൽ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ലോഡ് കർവ് കിട്ടും. സോ ലോഡ് കർവ് എന്ന് പറയുന്നത് കർവിൻ്റെ ഏരിയ എടുക്കുക, ആ കർവിൻ്റെ ഏരിയ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, റെക്ടാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇത് ഒരു ഇക്വേഷൻ. ഇനി അടുത്തൊരു ഇക്വേഷൻ, ലോഡ് ഫാക്ടറിനെ LF എന്ന് എഴുതുകയാണ്. സോ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇതാണ് എന്ത്
നമ്മളുടെ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള അടുത്ത ഇക്വേഷൻ. ലോഡ് ഫാക്ടർ ഈക്വൽ ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ആവറേജ് ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ് ഈസ് ഏരിയ അണ്ടർ ദ കർവ്. Area under the curve divided by number of hours into എന്താണ് താഴെ വരുന്നുണ്ട് മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അതായത് ഏരിയ ഓഫ് അണ്ടർ ദ കർവ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ഇതാണ് എന്ത് ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മളുടെ ഈ സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നത്. നോക്കുക, എന്താണ് ഏരിയ അണ്ടർ ദ കർവ്, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ടു ദ ടോട്ടൽ, ദാറ്റ് ഈസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ടേം എന്താണ്? നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് എന്താണോ അതിനെ ടോട്ടൽ അവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതെന്ന് പറയുന്നത് എന്താണ്? ആ റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയനെ തന്നെയാണ് ഇതും മീൻ ചെയ്യുന്നത്. സോ രണ്ട് ഇക്വേഷൻസും സെയിം ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഏതാണോ തന്നിരിക്കുന്നത് അതിൻ്റെ ബേസിസിൽ ഓപ്റ്റ് ചെയ്യുക. രണ്ടും സെയിം ആണ്. ഫസ്റ്റ് എന്താണ്? ഏരിയ അണ്ടർ ദ കർവ് ടു ടോട്ടൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ, അതൊരു ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്, സെക്കൻഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ഏരിയ അണ്ടർ ദ കർവ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു മാക്സിമം ഡിമാൻഡ്. ഓൾ ത്രീ ആർ സെയിം. ഓക്കെ, സോ അതാണ് എന്ത് പറയുന്നത്? ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ലോഡ് ഫാക്ടറിൻ്റെ റേഞ്ച് ഇനി എന്ത് വരും? സാധാരണ PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വുഡ് ബി ദ റേഞ്ച് ഓഫ് ലോഡ് ഫാക്ടർ? എന്നിട്ട് ഒരു കുറേ ഓപ്ഷൻസ് തരും. എന്ത് തരും? 1.5, 1.2, 2.5, അങ്ങനെ കുറേ ഓപ്ഷൻസ് തരും. അപ്പോൾ അതിനകത്ത് നിന്നും ഏതാണ് പോസിബിളി വരുന്ന ലോഡ് ഫാക്ടറിൻ്റെ വാല്യൂ എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുക എന്താണ്? ന്യൂമറേറ്റർ ടേം നോക്കുക. ന്യൂമറേറ്റർ ടേമിനകത്ത് ഈ ഒരു ഫൈനൽ ഇക്വേഷൻ നോക്കുക. ഏരിയ അണ്ടർ ദ കർവ്, കർവിൻ്റെ അടിയിൽ വരുന്ന ഏരിയ. ഓക്കെ, ഫൈൻ. ഡിനോമിനേറ്ററിൽ എന്താണ്? നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു മാക്സിമം ഡിമാൻഡ്, അതായത് ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ മുകളിൽ നമ്മൾ എന്തെടുത്തു? കർവിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ ഡിവൈഡഡ് ബൈ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് ആണോ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണോ? ഏതാണോ കൂടുതൽ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും കൂടുതൽ. അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന ടേം ആണ് എന്ത്? ന്യൂമറേറ്ററിൽ വരുന്ന ടേമിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുന്ന വാല്യൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫറൻസ് കിട്ടും? ലോഡ് ഫാക്ടർ ഓൾവേസ് ലെസ് ദാൻ 1. അതായത് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1നേക്കാൾ എന്തായിരിക്കും? ലെസ്സർ ആയിരിക്കും. മാക്സിമം ലോഡ് ഫാക്ടർ എത്ര വരും? 1 വരുള്ളൂ, 1നേക്കാൾ ഗ്രേറ്റർ വരില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 1നേക്കാൾ ഗ്രേറ്റർ വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ലെസ് ദാൻ 1 മാത്രമേ എന്ത് വരുള്ളൂ? ലോഡ് ഫാക്ടർ വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ആണ് എന്ത്? ഡിമാൻഡ് ഫാക്ടർ. അപ്പോൾ നേരത്തെ പഠിച്ചത് ലോഡ് ഫാക്ടർ, നെക്സ്റ്റ് എന്താണ്? ഡിമാൻഡ് ഫാക്ടർ. സോ ഡിമാൻഡ് ഫാക്ടർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ സിസ്റ്റം ടു ദ ടോട്ടൽ റേറ്റഡ് കണക്റ്റഡ് ലോഡ് ടു ദ സിസ്റ്റം. അതായത് എഗെയിൻ ഇത് എന്താണ്? റേഷ്യോ ആണ്. ഡിമാൻഡ് ഫാക്ടറിനെ ഞാനിവിടെ എന്താണ്? DF എന്ന് എഴുതാണ്. സോ ഡിമാൻഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? ഓൺ ദ സിസ്റ്റം ടു ദ ടോട്ടൽ റേറ്റഡ് കണക്റ്റഡ് ലോഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കണക്റ്റഡ് ലോഡ്സ്. അപ്പോൾ ഇതാണ് ഡിമാൻഡ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. മാക്സിമം ഡിമാൻഡ് ബൈ ടോട്ടൽ കണക്റ്റഡ് ലോഡ്. ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഇതൊക്കെ, ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഡിഫൈൻ എന്താണ്? ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തരും. അതിന് ഓപ്ഷൻസിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് മാറ്റി മാറ്റി തരും റേഷ്യോനകത്ത്. അപ്പോൾ അതിനകത്ത് നിന്നും പിക്ക് ചെയ്യുക റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ സിസ്റ്റം ടു ടോട്ടൽ കണക്റ്റഡ് ലോഡ്. എഗെയിൻ നമ്മുടെ ഇതിനകത്ത് ടേം നോക്കാം. മാക്സിമം ഡിമാൻഡ് ഒരു വാല്യൂ വരും. ടോട്ടൽ കണക്റ്റഡ് ലോഡ്. ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് വെച്ചാൽ എന്താണ്? സപ്പോസ് കൺസിഡർ ചെയ്യുക 5 വീടുകളുണ്ട്. സോ 5 വീട്ടിലും കണക്റ്റഡ് ലോഡ്, ഒരു വീട്ടിൽ 100, സെക്കൻഡ് വീട്ടിൽ കൺസിഡർ ചെയ്യുക 100, 200, 50, 300, 150.
ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ടോട്ടൽ കണക്റ്റഡ് ലോഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നതാണ് മാക്സിമം ഡിമാൻഡ്. ഈ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ കണക്റ്റഡ് ലോഡുകളിൽ മാക്സിമം ഡിമാൻഡ് ഏതാണോ അതെടുക്കുക. അപ്പോൾ ഇതിനകത്ത് വരുന്ന മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 300 ആണ് മാക്സിമം. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് എഴുതും? 300 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? ടോട്ടൽ ലോഡ്. ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക 100 + 200 300 350 350 + 300 650 650 750 800 എന്ന് വന്നു. സോ 300 ഡിവൈഡഡ് ബൈ 800. സോ എന്താണ്? 2 zeros ക്യാൻസൽ ചെയ്തപ്പോൾ 3/8 എന്ന് വന്നു. അപ്പോൾ നോർമലി ഈ വാല്യൂ എന്തായിരിക്കും? 1നേക്കാൾ അഗെയിൻ ലെസ്സർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. സോ ഡിമാൻഡ് ഫാക്ടർ ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ഫാക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് ഫാക്ടറിൻ്റെയും ക്വസ്റ്റ്യൻ വരും. ദാറ്റ് ഈസ് ഇറ്റ്സ് വാല്യൂ വാസ് ലെസ് ദാൻ യൂണിറ്റ്. അതായത് 1നേക്കാൾ ലെസ്സർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് എന്ത് വരിക? ഡിമാൻഡ് ഫാക്ടറിൽ വരുന്നുണ്ടാവുക. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ്? മിനിമം കപ്പാസിറ്റി ഓഫ് ദ സ്റ്റേഷൻ ടു മീറ്റ് ദ മാക്സിമം ഡിമാൻഡ്. ദെർഫോർ ഡിമാൻഡ് ഫാക്ടർ ഡിറ്റർമിൻ ദ കപ്പാസിറ്റി ആൻഡ് ഹെൻസ് ദ കോസ്റ്റ് ഓഫ് പവർ എക്യുപ്മെൻറ്റ് റിക്വയർഡ് ടു സെർവ് ലോഡ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ മിനിമം കപ്പാസിറ്റി ഓഫ് ദ സ്റ്റേഷൻ. അതായത് എന്താണ്? ഒരു സ്റ്റേഷൻ, അതായത് ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പവർ സ്റ്റേഷൻ. ആ പവർ സ്റ്റേഷൻ്റെ കപ്പാസിറ്റീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആര്? മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത്. ദെർഫോർ ഡിമാൻഡ് ഫാക്ടർ ഡിറ്റർമിൻ ദ കപ്പാസിറ്റി. അതെന്താണ്? ഈ ഡിമാൻഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ നോക്കുക. മാക്സിമം ഡിമാൻഡ് ബൈ ടോട്ടൽ കണക്റ്റഡ് ലോഡ്. സപ്പോസ് വിചാരിക്കുക മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. മാക്സിമം ഡിമാൻഡ് കൂടുതലാണെങ്കിൽ എന്ത് വേണം? ആ ഒരു പവർ സ്റ്റേഷൻ ഈ മാക്സിമം ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിലുള്ള കപ്പാസിറ്റി ആയിരിക്കണം അതിനുണ്ടാവേണ്ടത്. അപ്പോൾ എന്താണ്? ഡിമാൻഡ് ഫാക്ടർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫാക്ടർ കൂടുക, അല്ലെങ്കിൽ ഡിമാൻഡ് ഫാക്ടർ അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് കൂടുക എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? അതിനകത്ത് വരുന്ന കപ്പാസിറ്റി കൂടുതലാക്കണം. ആരുടെ കപ്പാസിറ്റി? ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ്റെ കപ്പാസിറ്റി കൂട്ടണം. പവർ സ്റ്റേഷൻ്റെ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ എന്താ ചെയ്യുക? പുതിയ യൂണിറ്റ് ആഡ് ചെയ്യുക. പുതിയ യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എന്താണ്? അതിൻ്റെ കോസ്റ്റ് എന്താവും? കൂടുതലാവും. അതാണ് ഹെൻസ് ദ കോസ്റ്റ് ഓഫ് പവർ എക്യുപ്മെൻറ്റ് റിക്വയേഴ്സ് ടു സെർവ് ദ ലോഡ്. അതായത് ഡിമാൻഡ് ഫാക്ടറാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് പവർ എക്യുപ്മെൻറ്റ് റിക്വയർഡ് ടു സെർവ് ദ ലോഡ്. അതായത് പുതിയ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ജനറേറ്റിംഗ് പ്ലാന്റ്, അതായത് അതിനകത്ത് എന്താണ് പുതിയ ജനറേറ്റേഴ്സിനെ ആഡ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ അതാണ് എന്ത് പറയുന്നത്? ഡിമാൻഡ് ഫാക്ടറിനകത്ത് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഡൈവേഴ്സിറ്റി ഫാക്ടർ. സോ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നതാണ് ഇസ് ദ റേഷ്യോ ഓഫ് സം ഓഫ് മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആൻഡ് സൈമൾട്ടേനിയസ് മാക്സിമം ഡിമാൻഡ് ഓഫ് ദ ഹോൾ ഗ്രൂപ്പ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ടൈം. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 കൺസ്യൂമേഴ്സ് ഉണ്ട്. 5 കൺസ്യൂമേഴ്സിൻ്റെയും ഡെയിലി വരുന്ന എന്താണ്? ഡിഫറെൻറ്റ് മാക്സിമം ഡിമാൻഡ് ആയിരിക്കും. ചില വീടുകൾക്ക് ചില മാക്സിമം ഡിമാൻഡ് കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. അപ്പം എല്ലാ മാക്സിമം ഡിമാൻഡ്, ഇപ്പോൾ 5 വീടുണ്ടെങ്കിൽ 5ൻ്റെയും എന്താണ്? മാക്സിമം ഡിമാൻഡ്സ് എഴുതുക. ഓക്കെ, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ഈ കിട്ടിയിരിക്കുന്ന മാക്സിമം ഡിമാൻഡിൽ ഏതാണോ മാക്സിമം വാല്യൂ. എഗെയിൻ ഈ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ പോലെ തന്നെ ഇതിനകത്ത് ഏതാ മാക്സിമം? 300. അപ്പോൾ ഡിനോമിനേറ്ററിലാണ് എന്ത് വരുന്നത്? 300 വരുന്നത്. ഇത് സപ്പോസ് കൺസിഡർ ചെയ്ത് ടോട്ടൽ ലോഡാണ് ഈ കേസിലെടുത്ത്. ഇവിടെ ഞാൻ വിചാരിക്കുന്നത് എന്താണ്? ഓരോ വീടുകളുടെയും മാക്സിമം ഡിമാൻഡ് ഇതാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് വീടിൻ്റെ മാക്സിമം ഡിമാൻഡ് 100 ആണ്, സെക്കൻഡ് വീടിൻ്റെ 200, തേർഡിൻ്റെ 50, ഫോർത്തിൻ്റെ 300, ഫിഫ്ത്തിൻ്റെ 150. സോ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 800 എന്ന് വന്നു. എഗെയിൻ സീറോസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ബാക്കി എന്ത് വന്നു? 8/3. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുക? 8/3 ഈസ് ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ പ്രീവിയസ്ലി നമ്മളുടെ ലോഡ് ഫാക്ടർ അതേപോലെ തന്നെ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്ന യൂണിറ്റിയേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഫാക്ടർ എപ്പോഴും യൂണിറ്റിയേക്കാളും ഗ്രേറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് തെറ്റിക്കരുത്. ലോഡ് ഫാക്ടറും ഡിമാൻഡ് ഫാക്ടറും യൂണിറ്റിയേക്കാൾ ലെസ്സർ ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ എപ്പോഴും യൂണിറ്റിയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇതാണ് ജനറലി വരുന്ന അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വരുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് ഫാക്ടർ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. അപ്പോൾ എന്താണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് actual energy produced, that is in kilowatt hour or it can be in megawatt hour.
to the maximum possible energy that could have been produced during the same period. അതായത് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്നാണ് PCF എന്നൊക്കെ എഴുതാം. അപ്പോൾ ഈ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആ ഒരു പ്ലാന്റിൽ എത്രയാണോ എനർജി ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആക്ച്വൽ എനർജി എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്ത് അതേ ഡിവൈഡഡ് ബൈ മാക്സിമം എത്ര എനർജി അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ ആണ് എന്ത് പറയുന്നത്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. അതായത് ആക്ച്വൽ എനർജി ഇത്ര പ്രൊഡ്യൂസ് ചെയ്തു ഡിവൈഡഡ് ബൈ മാക്സിമം ആ ഒരു പ്ലാന്റ് വെച്ച് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതാണ് എന്ത് പറയുന്നത്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇത്രയേ ഉള്ളൂ, അതായത് പ്ലാന്റിൻ്റെ കപ്പാസിറ്റീനെ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ സിഗ്നിഫൈ ചെയ്യുന്ന ഫാക്ടറാണ് എന്ത്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. സോ പ്ലാന്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് പ്ലസ് റിസർവ് കപ്പാസിറ്റി. പുതിയൊരു ടേം വരികയാണ്, ദറ്റ് ഈസ് പ്ലാന്റ് കപ്പാസിറ്റി ഈക്വൽ മാക്സിമം ഡിമാൻഡ് പ്ലസ് റിസർവ് കപ്പാസിറ്റി. മാക്സിമം ഡിമാൻഡ് എന്താണോ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും, റിസർവ് കപ്പാസിറ്റി ആഡ് ചെയ്യുന്നതാണ് എന്ത്, പ്ലാന്റിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഈ റിസർവ് കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ എന്താണ്, സപ്പോസ് ഒരു എമർജൻസി ലോഡ് ഡിമാൻഡ് വരികയാണെങ്കിൽ ആ ഒരു ലോഡ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, റിസർവ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ കരുതി വെക്കുന്ന ആ ഒരു കപ്പാസിറ്റീനെയാണ് എന്ത് പറയുന്നത്, റിസർവ് കപ്പാസിറ്റി. അപ്പോൾ ഈ റിസർവ് കപ്പാസിറ്റി ആയിട്ടുള്ള ജനറേഷൻ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ സിങ്ക്രണൈസ്ഡ് വിത്ത് ദ ഗ്രിഡ്. അതായത് നമ്മളുടെ പവർ ഗ്രിഡുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആയിരിക്കും, പക്ഷേ എന്താണ് അതിൻ്റെ ജനറേഷൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്, റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡിനോടൊപ്പം റിസർവ് കപ്പാസിറ്റി ആഡ് ചെയ്യുന്നതാണ് എന്ത്, പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോഡ് ആൻഡ് കപ്പാസിറ്റി ഫാക്ടർ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് റിസർവ് കപ്പാസിറ്റി. അപ്പോൾ ലോഡ് ഫാക്ടർ അല്ലെങ്കിൽ ലോഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, എത്രയാണോ ലോഡ് റിക്വയർ ചെയ്യുന്നത്. പക്ഷെ അത് മാത്രമായിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ പവർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതായിരിക്കില്ല, അതിനേക്കാൾ അഡീഷണൽ ഉണ്ടാവും. ആ വരുന്ന എക്സസ് ആയിട്ടുള്ള ആ കപ്പാസിറ്റീനെയാണ് എന്ത് പറയുന്നത്, റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ലോഡിൻ്റെയും പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഫാക്ടർ, ലോഡ് ഫാക്ടറിൻ്റെയും പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെയും ഡിഫറൻസ് എടുക്കുന്ന വാല്യൂ ആണ് എന്ത് പറയുന്നത്, റിസർവ് കപ്പാസിറ്റി. അപ്പോൾ റിസർവ് കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. റിസർവ് കപ്പാസിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്, ലോഡ് ഫാക്ടറിൻ്റെയും പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. സോ അടുത്ത ഫാക്ടറിലോട്ട് പോവാം. സോ നെക്സ്റ്റ് വൺ ആണ് എന്ത്, പ്ലാന്റ് യൂസ് ഫാക്ടർ. അപ്പോൾ പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്ത പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, പ്ലാന്റിൻ്റെ യൂസ് ആണ്, എത്ര നമ്മൾ ആ പ്ലാന്റിനെ യൂസ് ചെയ്തു. പ്രീവിയസ് വൺ പ്ലാന്റ് കപ്പാസിറ്റിയുടെ ഇൻഡിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് പ്ലാന്റ് യൂസിൻ്റെ ഇൻഡിക്കേഷൻ ആണ് എന്ത്, പ്ലാന്റ് യൂസ് ഫാക്ടർ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ എനർജി produced in a given time to the maximum possible energy that could have been produced during the actual number of hours the plant was in operation. അപ്പോൾ രണ്ടിൻ്റെയും ഡെഫിനിഷൻ ഏകദേശം ഒരേപോലെ തന്നെ തോന്നും, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഗിവൺ ടൈം. അതായത് ഒരു ഗിവൺ ടൈമിൽ എത്രയാണോ എനർജി ആ ഒരു പ്ലാന്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. നോക്കുക ഇവിടെ ആനുവൽ എനർജി പ്രൊഡ്യൂസ്ഡ്, നമ്മൾ എടുക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ആനുവൽ ആണ്. ഡിവൈഡഡ് ബൈ മാക്സിമം പോസിബിൾ എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ്. മാക്സിമം എനർജി എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഡ്യൂറിങ് ദ ആക്ച്വൽ നമ്പർ ഓഫ് അവേഴ്സ് പ്ലാന്റ് വാസ് ഇൻ ഓപ്പറേഷൻ. അതായത് പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ മാക്സിമം എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ എടുത്തതെന്ന് പറയുന്നതാണ് ടോട്ടൽ എനർജി ജനറേറ്റഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ദാറ്റ് ഇറ്റ് കുഡ് ഹാവ് ബീൻ ജനറേറ്റഡ് ആയിരുന്നു. ഇവിടെ പ്ലാന്റ് യൂസ് എന്ന് പറയുന്നത് എത്ര എനർജിയാണ് ജനറേറ്റ് ചെയ്തത് ഡിവൈഡഡ് ബൈ മാക്സിമം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ മാക്സിമം എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, ആ പ്ലാന്റ് ആ ഓപ്പറേഷനിൽ എത്ര സമയമാണോ ആ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നത് ആ ഓപ്പറേഷനിൽ പറ്റുന്ന മാക്സിമം ആണ് ഉദ്ദേശിച്ചത്. സോ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്. ഈ കപ്പാസിറ്റി ഓഫ് പ്ലാന്റിനെയാണ് എന്ത് ഉദ്ദേശിച്ചത്, മാക്സിമം പോസിബിൾ ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് പ്ലാന്റ് ഈസ് ഇൻ ഓപ്പറേഷൻ. അതായത് ആ ഒരു പ്ലാന്റ് ആ ഒരു ഇയർലി എത്ര സമയമായിരുന്നു ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്ത്, പ്ലാന്റ് യൂസ് ഫാക്ടർ. സോ ആനുവൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഓഫ് ദ പ്ലാന്റ് ഇൻറ്റു
നമ്പർ ഓഫ് അവേഴ്സ് പ്ലാന്റ് ഈസ് ഇൻ ഓപ്പറേഷൻ ഡ്യൂറിങ് ഇയർ. അപ്പോൾ ഇതാണ് എന്ത് പ്ലാന്റ് യൂസ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ. കൺഫ്യൂസ്ഡ് ആവരുത്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടറും പ്ലാന്റ് യൂസ് ഫാക്ടറും. പ്ലാന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കപ്പാസിറ്റിനെ ഡീൽ ചെയ്യുന്നതാണ്. യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ യൂട്ടിലൈസേഷൻ, എത്രത്തോളം ആ പ്ലാന്റിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ അഡീഷൻ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് എന്ത് യൂട്ടിലൈസേഷൻ ഫാക്ടർ. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നതാണ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ ഡിവൈഡഡ് ബൈ റേറ്റഡ് കപ്പാസിറ്റി ഓഫ് ദ പവർ സ്റ്റേഷൻ. ആ പ്ലാന്റിൻ്റെ മാക്സിമം ഡിമാൻഡ് എത്രയാണോ ഡിവൈഡഡ് ബൈ ആ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി, റേറ്റഡ് കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളതാണ് എന്ത് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഫസ്റ്റ് വൺ ലോഡ് ഫാക്ടർ ആണ്. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡാണ്, യൂണിറ്റിനേക്കാൾ ലെസ് ആണ്. സെക്കൻഡ് ഡിമാൻഡ് ഫാക്ടർ. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കണക്റ്റഡ് ലോഡാണ്. എഗെയിൻ എന്താണ് യൂണിറ്റിനേക്കാൾ ലെസ് ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് അമംഗ് ദാറ്റ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ്. ബട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ഗ്രേറ്റർ ദാൻ 1 ആണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ മാക്സിമം പോസിബിൾ ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ്. അതാണ് എന്ത് പ്ലാന്റ് കപ്പാസിറ്റി. നെക്സ്റ്റ് വൺ വരുന്നതായിരുന്നു പ്ലാന്റ് യൂസ് ഫാക്ടർ. പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറയുന്നത് ആനുവൽ എനർജി പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് അവേഴ്സ് ദ പ്ലാന്റ് ഈസ് ഇൻ ഓപ്പറേഷൻ ഡ്യൂറിങ് ദ ഇയർ. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ ഡിവൈഡഡ് ബൈ റേറ്റഡ് കപ്പാസിറ്റി ഓഫ് പവർ സ്റ്റേഷൻ. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം PSC പോലത്തെ എക്സാംസിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ആവറേജ് ലോഡ് തരും, മാക്സിമം ഡിമാൻഡ് തരും, എന്ത് കണ്ടുപിടിക്കാൻ ലോഡ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടറുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ലോഡ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് എന്താണ് ഉപയോഗം എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ലോഡ് ഫാക്ടർ വിൽ ഇൻക്രീസ് if the average load increases without the increase in maximum load. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ലോഡ് ഫാക്ടർ equal average load divided by maximum demand. ഇതാണ് എന്ത് ലോഡ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ലോഡ് ഫാക്ടർ വിൽ ഇൻക്രീസ് ഇഫ് ദ ആവറേജ് ലോഡ് ഇൻക്രീസസ്. അപ്പോൾ ഈ ലോഡ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എപ്പോഴാണ് ലോഡ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുക? ന്യൂമറേറ്റർ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് ഇൻക്രീസ് ചെയ്യുക? നമ്മളുടെ ലോഡ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്റർ വാല്യൂ എന്താണ്? ആവറേജ് ലോഡ്. സോ ലോഡ് ഫാക്ടർ വിൽ ഇൻക്രീസ് ഇഫ് ദ ആവറേജ് ലോഡ് ഇൻക്രീസസ് വിത്തൗട്ട് ഇൻക്രീസ് ഇൻ മാക്സിമം ഡിമാൻഡ്. അതായത് മാക്സിമം ഡിമാൻഡിന് മാറ്റമൊന്നുമില്ല, മാക്സിമം ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ലോഡ് ഫാക്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ആവറേജ് ലോഡ് കൂടുതലാണ്. ആവറേജ് ലോഡ് കൂടുതലാണെങ്കിൽ നമുക്കതിനെ വേറൊരു രീതിയിലും പറയാം. ആവറേജ് ലോഡ് എഗെയിൻ എന്താണ്? ആവറേജ് ലോഡ് എന്ന് പറയുന്നത് number of units generated divided by number of hours. അപ്പോൾ എന്താണ്? ലോഡ് ഫാക്ടർ കൂടുതലാണെങ്കിൽ ആവറേജ് ലോഡ് കൂടുതലായിരിക്കും. ആവറേജ് ലോഡ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അഗെയിൻ ന്യൂമറേറ്റർ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ്. ആ ഒരു എത്രയാണ് യൂണിറ്റ്സ് ആ ഒരു പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്നത്, ആ ഒരു ക്വാണ്ടിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും വരുന്നുണ്ടാവുക. Okay, thus the total number of units generated at higher load factor would increase. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇപ്പോൾ പറഞ്ഞതാണ് ആവറേജ് ലോഡ് കൂടുതലാണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റ്, ആ ഒരു പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സും എന്തായിരിക്കും? അതോടൊപ്പം തന്നെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ലോഡ് ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. സപ്പോസ് the number of units of energy generated increases. അതായത് ഒരു പ്ലാന്റിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എനർജി ജനറേറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇതിനകത്ത് നിന്ന് ഏത് ഫാക്ടർ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുക എന്നിട്ട് ഓപ്ഷൻസിൽ ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, പ്ലാന്റ് യൂസ് ഫാക്ടർ,
അങ്ങനെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നിന്ന് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു, നമ്മളുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ആയിരിക്കും കൂടുതലാവുന്നത് എങ്കിൽ എന്താണ്, ലോഡ് ഫാക്ടറാണ് കൂടുതലാവുക. അപ്പോൾ എന്താണ്, ലോഡ് ഫാക്ടർ ഓപ്റ്റ് ചെയ്യുക. ഇനി തിരിച്ചൊരു ക്വസ്റ്റ്യനും ചോദിക്കാം, സപ്പോസ് ഇഫ് ലോഡ് ഫാക്ടർ ഓഫ് എ പ്ലാന്റ് ഇൻക്രീസസ് വാട്ട് വിൽ ഇൻക്രീസ്, എന്താണ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ചോദിക്കും. എന്നിട്ട് ഓപ്ഷൻസിൽ തരും മാക്സിമം ഡിമാൻഡ്, അതേപോലെ തന്നെ എന്താണ് കപ്പാസിറ്റി, അതേപോലെ തന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ്, നൺ ഓഫ് ദീസ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് വൺ ആണ് എന്ത്, സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത് വഴി നമുക്ക് എന്താണ് ഇൻഫർമേഷൻ അതിനകത്ത് നിന്ന് കിട്ടുക, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് അത് തരുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. സോ എ ഹൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇംപ്ലൈസ് ദാറ്റ് വിത്ത് സ്മോളർ മാക്സിമം ഡിമാൻഡ് on the station it is possible to cater to the need of several consumers with varying maximum demand occur at different hours of day. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എഗെയിൻ ഇക്വേഷൻ എഴുതാം, ഡൈവേഴ്സിറ്റി ഫാക്ടർ. സോ ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, ദാറ്റ് ഈസ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ എന്താണ്, മാക്സിമം ഡിമാൻഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ മാത്രമാണ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 വരുന്നത്. അപ്പോൾ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ് ഇക്വേഷൻ. ഇനി സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, എ ഹൈ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇംപ്ലൈസ് ദാറ്റ് വിത്ത് സ്മോളർ മാക്സിമം ഡിമാൻഡ്. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹൈ ആണ് എന്ന് വിചാരിക്കാം. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹൈ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്ന മാക്സിമം ഡിമാൻഡ് എങ്ങനെയായിരിക്കും, ലോവർ ആയിരിക്കും. അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന മാക്സിമം ഡിമാൻഡ് ലോവർ ആയാലും ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താണ്, കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് പോസിബിൾ ടു കാറ്റർ ഓൾ ദ നീഡ്സ് ഓഫ് സെവറൽ കൺസ്യൂമേഴ്സ് വിത്ത് വേരിയിങ് മാക്സിമം ഡിമാൻഡ് ഒക്കർ അറ്റ് ഡിഫറെൻറ്റ് അവേഴ്സ് ഓഫ് ഡേ. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹൈ ആണെങ്കിൽ മാക്സിമം ഡിമാൻഡ് കുറവായിരിക്കും. മാക്സിമം ഡിമാൻഡ് കുറവാണെങ്കിൽ കൂടി എന്താണ്, ഈ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്താണ്, ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിഫറൻ്റ് ആണ്. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് ഇത് തരുന്നത്. അതായത് ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുതലാണെങ്കിൽ മാക്സിമം ഡിമാൻഡ് കുറവായിരിക്കും, മാക്സിമം ഡിമാൻഡ് കുറവാണെങ്കിൽ എന്താണ്, ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിൻ്റെ മാക്സിമം ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ലെസ്സർ മാക്സിമം ഡിമാൻഡ്. ലെസ്സർ മാക്സിമം ഡിമാൻഡ്, lesser capital investment which helps in reducing the overall cost of units generated. അതായത് മാക്സിമം ഡിമാൻഡ് കുറഞ്ഞു, ഇവിടെ മാക്സിമം ഡിമാൻഡ് കുറഞ്ഞു എന്ന് വിചാരിക്കാം. മാക്സിമം ഡിമാൻഡ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, എപ്പോഴാണ് മാക്സിമം ഡിമാൻഡ് കൂടിയ എന്താ പ്രശ്നം, മാക്സിമം ഡിമാൻഡ് കൂടുകയാണെങ്കിൽ ആ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള ജനറേഷൻ പവർ പ്ലാന്റിൽ ഉണ്ടാവണം അല്ലേ. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കുറഞ്ഞു എന്ന് വിചാരിക്കാം. മാക്സിമം ഡിമാൻഡ് കുറവാണെങ്കിൽ എന്താണ്, കൂടുതൽ ജനറേഷൻസ് ഒന്നും ആവശ്യമില്ല. കൂടുതൽ ജനറേഷൻസ് ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ജനറേഷൻ ലെവൽ കുറഞ്ഞു, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് കുറഞ്ഞു. നമ്പർ ഓഫ് ജനറേറ്റിംഗ് യൂണിറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റും അതോടൊപ്പം തന്നെ കുറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് മാക്സിമം ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. മാക്സിമം ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓവറോൾ കോസ്റ്റ് ഓഫ് യൂണിറ്റ് ജനറേറ്റഡ്, യൂണിറ്റ് ജനറേറ്റഡിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, കുറയും. അതിന് കാരണം എന്താണ്, മാക്സിമം ഡിമാൻഡ് കുറവാണ്. അതായത് എന്താണ്, ലോഡ് റിക്വയർമെൻറ്റ് അത്രയില്ല, കുറവേ ഉള്ളൂ. സോ അതിനനുസരിച്ചുള്ള ജനറേഷൻ കൊടുത്താൽ മതി. അതിനനുസരിച്ചുള്ള ജനറേഷൻ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ എന്താണ്, കോസ്റ്റ് തനിയെ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സെയിം തന്നെ നമ്മുടെ ലോഡ് ഫാക്ടറിനകത്തും പറയാം. എന്താണ്, ലോഡ് ഫാക്ടറിനകത്ത് ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അപ്പോൾ അതിനകത്ത് ലോഡ് ഫാക്ടർ കൂടുതലാണ്. ലോഡ് ഫാക്ടർ കൂടുതലാണെങ്കിൽ എന്താണ്, മാക്സിമം ഡിമാൻഡ് കുറവാണ്. അപ്പോൾ മാക്സിമം ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം, അതിൻ്റെ കോസ്റ്റ് ഓഫ് ജനറേഷനും എന്താണ്, കുറവാണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം,
ഇൻഫർ ചെയ്യാം. അപ്പോൾ ഇതാണ് എന്ത് ലോഡ് ഫാക്ടറിൻ്റെയും ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെയും സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് എന്ത് ചെയ്തു, ലോവർ ചെയ്തു. ഇതിനകത്ത് ഏത് ഫാക്ടറിനെയാണ് എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഐ തിങ്ക് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ നെക്സ്റ്റ് ഇസ് ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡ് ആൻഡ് ഓൺ പവർ പ്ലാന്റ്സ്. അതായത് പവർ പ്ലാന്റിൽ വരുന്ന ബേസ് ലോഡ് എന്താണ്, പീക്ക് ലോഡ് എന്താണ്, അതിനുള്ള എക്സാമ്പിൾസും എന്നുള്ള കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് വണ്ണാണ് എന്ത്, ബേസ് ലോഡ്. എന്താണ് ഒരു ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ബേസ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദറ്റ് ഈസ് അൺവേരിയിങ് ലോഡ് ദാറ്റ് ഒക്കർ ഓൾമോസ്റ്റ് ഡ്യൂറിങ് ദ ഹോൾ ഡേ ഓൺ ദ സ്റ്റേഷൻ. അതായത് അൺവേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഡിന് വേരിയേഷൻ ഒന്നും തന്നെയില്ല. അതായത് എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാന്റ് ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ബേസ് ലോഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ബേസ് ലോഡ് പ്ലാന്റ് സപ്ലൈ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ഡേ. അതാണ് എന്ത് ബേസ് ലോഡ്. ഇനി അപ്പം പീക്ക് ലോഡ് എന്തായിരിക്കും? പീക്ക് ലോഡ് എന്ന് പറയുന്നത് വേരിയസ് പീക്ക് ഡിമാൻഡ് ഓഫ് ദ ലോഡ് ഓവർ ആൻഡ് എബവ് ദ ബേസ് ലോഡ് ഓഫ് ദ സ്റ്റേഷൻ. അതായത് ഈ പീക്ക് ലോഡിനകത്ത് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പവർ കൊടുത്താൽ പോരാ. ചില ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എന്താണ് പീക്ക് ലോഡ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ആ പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ചില ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഹൈ ലോഡ് കൊടുക്കേണ്ടി വരും, ചില ഇൻ്റർവെൽ ഓഫ് ടൈംസിൽ ലോവർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. സോ അതാണ് പീക്ക് ലോഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് എക്സാമ്പിൾസ്. സോ ബേസ് ലോഡ് സ്റ്റേഷൻസ് റൺ അറ്റ് 100% capacity on 24 hours. ന്യൂക്ലിയർ റിയാക്ടർ ഐഡിയലി സ്യൂട്ടഡ് ഫോർ ദിസ് പർപ്പസ്. അതായത് ബേസ് ലോഡ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് 100% കപ്പാസിറ്റി, അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയും അത് കൊടുത്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? 24 hours. ഇത് 24 മണിക്കൂറും അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി കൊടുക്കുന്ന സ്റ്റേഷൻസ് അല്ലെങ്കിൽ ലോഡ് സ്റ്റേഷൻസിനെയാണ് എന്ത് പറയുന്നത്, ബേസ് ലോഡ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എന്ത്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസ് ലോഡ് പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഹൈഡ്രോ പവർ പ്ലാന്റിനെ എന്തിൽ കൂട്ടാം, ബേസ് ലോഡ് പ്ലാന്റ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്, പീക്ക് ലോഡ് സ്റ്റേഷൻസ്. സോ പീക്ക് ലോഡ് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ഓൺലി ഡ്യൂറിങ് ദ പീക്ക് അവേഴ്സ് ഓഫ് ദ ഡേ. അതായത് ഒരു ദിവസത്തിൻ്റെ പീക്ക് അവേഴ്സിൽ മാത്രം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, പീക്ക് ലോഡ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ഡേ കോൺസ്റ്റൻറ്റ് ലോഡ് ആണ് കൊടുക്കുന്നത്. പീക്ക് ലോഡ് ആകുമ്പോൾ എന്താണ്, അറ്റ് സർട്ടൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഹൈ ലോഡാണ് കൊടുക്കുന്നത്. ആ ഇൻസ്റ്റൻറ്റിൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ യൂസ് ചെയ്യുന്നത്, പീക്ക് ലോഡ് സ്റ്റേഷൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്ത്, ഗ്യാസ് ടർബൈൻ സ്റ്റേഷൻസ് ആർ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദിസ് പർപ്പസ്. ഓൾസോ ഇഫ് അവൈലബിൾ പമ്പ്ഡ് സ്റ്റോറേജ് പവർ പ്ലാന്റ്സ് ആർ എക്സാമ്പിൾ ഓഫ് പീക്ക് ലോഡ്. അപ്പോൾ പീക്ക് ലോഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്യാസ് ടർബൈൻ സ്റ്റേഷൻസ് വരും, അതേപോലെ തന്നെ പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റും എന്തിൻ്റെ എക്സാമ്പിൾ വരും, പീക്ക് ലോഡ്. അപ്പോൾ നമ്മുടെ ഈ ഹൈഡ്രോയുടെയാണ് എന്ത് പറയുന്നത്, പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോനെ നമുക്ക് പീക്ക് ലോഡിനകത്തും ബേസ് ലോഡിനകത്തും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ പീക്ക് ലോഡിനകത്ത് വരുമ്പോൾ എന്താ, അത് പമ്പ്ഡ് സ്റ്റോറേജ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ ബേസ് ലോഡ് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് അറ്റ് ഹൈ ലോഡ് ഫാക്ടർ വെറാസ് പീക്ക് ലോഡ് പ്ലാന്റ് ഓപ്പറേറ്റ് അറ്റ് ലോ ലോഡ് ഫാക്ടർ. അപ്പോൾ ബേസ് ലോഡ് സ്റ്റേഷൻസ് ഹൈ ലോഡ് ഫാക്ടറിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. പീക്ക് ലോഡ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, ലോ ലോഡ് ഫാക്ടർ. ഈ പോയിന്റും നോക്കി വയ്ക്കുക, ഇങ്ങനെയും ചോദിക്കാറുണ്ട്. എന്താണ്, ബേസ് ലോഡ് സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ലോഡ് ഫാക്ടർ, ഹൈ ലോഡ് ഫാക്ടർ, ലോ ലോഡ് ഫാക്ടർ, നൺ ഓഫ് ദീസ് ഒക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഹൈ ലോഡ് ഫാക്ടറാണ്. പീക്ക് ലോഡ് പ്ലാന്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ലോ ലോഡ് ഫാക്ടറിലാണ്. അപ്പോൾ ഇതാണ് എന്ത്, ബേസ് ലോഡും പീക്ക് ലോഡും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗ്രാഫ് കാണിക്കാം. ഇപ്പോൾ ഈ ഗ്രാഫിൽ എന്താണ്, വൈ ആക്സിസിൽ ഞാൻ പവർ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ പവർ ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ എന്താണ്, ടൈം ഇൻ അവേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്ത് എന്താണ്, ഈ ഒരു കർവിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ലോഡ് കർവ്. ഇതാണ് എന്ത് പറയുന്നത്, ലോഡ് കർവ് എന്ന് പറയുന്നത്. സോ ലോഡ് കർവ് എന്താണ്, ഓരോ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലും വേരിയിങ് ലോഡാണ് വരുന്നത്. ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ നമുക്ക്, ബേസ് ലോഡ്. ബേസ് ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മിനിമം എത്രയാണ് ലോഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ്, മിനിമം എടുത്തു. സോ ഇതാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ബേസ് ലോഡ്. അതായത് എൻറ്റയർ ഡ്യൂറേഷൻ
ഓഫ് ടൈമിൽ എന്താണ് ഈ ലോഡ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യണം. ഈ ലോഡിന് മാറ്റമൊന്നുമില്ല. അതായത് ഈ ഡ്യൂറേഷൻ ഓഫ് ടൈമിലും ഈ ലോഡാണ്, ഇവിടെ വരുന്ന ഇൻസ്റ്റൻറ്റിലും സെയിം ലോഡ് തന്നെയാണ്, ഇവിടെയും സെയിം ലോഡ് തന്നെയാണ്, ഈ ഇൻ്റർവെല്ലിലും സെയിം ലോഡ് തന്നെയാണ്. സോ ഇതിനെയാണ് എന്ത് പറയുന്നത്? ബേസ് ലോഡ്. അപ്പോൾ എന്താണ് ഈ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ എന്താണ് ബേസ് ലോഡ് പ്ലാന്റ് വേണം അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് പീക്ക് ലോഡ്. ഇതിൻ്റെ പീക്ക് നോക്കാം. എന്താണ്? ഇതാണ് പീക്ക് ലോഡ്, ഇതിൻ്റെ പീക്ക് വാല്യൂ. അപ്പോൾ എന്താണ്? ഇതാണ് പീക്ക് ലോഡ് എന്ന് പറയുന്നത്. ഇത്രയും ലോഡ് മീറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇവിടെ പീക്ക് ലോഡ് പ്ലാൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ. അതായത് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ പീക്ക് ലോഡിനെ മീറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്, അതായത് പീക്ക് ലോഡ് പ്ലാൻസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആവറേജ് ലോഡ്, അതായത് ഇതിൻ്റെ ആവറേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത് പീക്ക് ലോഡും ബേസ് ലോഡ് പവർ പ്ലാന്റ്സിൻ്റെയും ഡയഗ്രമായിട്ട് പറയാനുള്ളത്. ഈ ലോഡ് കർവിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടി പറയാനുള്ളത് ലോഡ് ഡ്യൂറേഷൻ കർവ് കൂടി പറയാനുണ്ടായിരുന്നു. ലോഡ് ഡ്യൂറേഷൻ കർവ്. സോ ലോഡ് ഡ്യൂറേഷൻ കർവ് ലോഡ് കർവിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ യൂണിറ്റ്സ് ജനറേറ്റഡ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഓർഡറിൽ വരയ്ക്കുന്ന ഡയഗ്രമാണ് എന്ത് ലോഡ് ഡ്യൂറേഷൻ കർവ് എന്ന് പറയുന്നത്. സപ്പോസ് ഈ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോഡ് കർവിനെയാണ് നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എന്താണ് ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലാണ് എന്ത് വന്നിരിക്കുന്നത്? മാക്സിമം ഡിമാൻഡ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഡ്യൂറേഷൻ സപ്പോസ് 2 hours ആണെന്ന് വിചാരിക്കുക. ഈ 2 hours എത്ര വന്നിരിക്കുന്നത്? ഫോർ എക്സാമ്പിൾ 75 കിലോവാട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ലോഡ് ഡ്യൂറേഷൻ കർവ് വരയ്ക്കുമ്പം ഫസ്റ്റ് എന്താണ് 75 എന്ന് മാർക്ക് ചെയ്യും. അത് എത്ര ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ്? 2 hours വന്നിരിക്കുന്നത്. സോ ഇവിടെ 0 to 2 വരെയാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? 75. ഈ 75 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാക്സിമം എത്രയാണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് മാക്സിമം ഈ ഒരു ഡ്യൂറേഷനിലാണ് വരുന്നത്. ഇത് ഫോർ എക്സാമ്പിൾ 4 hours ആണെന്ന് വിചാരിക്കാം. സോ കമ്പാരിറ്റീവ്ലി ഇതിനേക്കാളും കുറവാണ്. ഞാനൊരു റാൻഡമായിട്ടാണ് ഈ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുന്നത്. ഇവിടെ എത്രയാണ്? 60. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്താണ്? 60. ഇവിടെ 60 വാല്യൂ എടുത്തു. ഇവിടുന്ന് ഇങ്ങോട്ട് മാറി 2ൽ നിന്നും എത്ര അവേഴ്സാണ്? 4 hours ആണെന്ന് പറഞ്ഞു. സോ 2 + 4 ഇവിടെ 6. ഇതുവരെ 60 ആയി. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന മാക്സിമം ഏതാണ്? ഇതാണ് അത് കഴിഞ്ഞ് വരുന്ന മാക്സിമം. എഗെയിൻ അതിൻ്റെ കുറവായിട്ട് ഞാൻ 40 എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് മാർക്ക് ചെയ്തു? ഞാൻ 40 മാർക്ക് ചെയ്തു. എഗെയിൻ സപ്പോസ് കൺസിഡർ ചെയ്യുക ഇതെന്താണ് 4 hours ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ മാർക്ക് ചെയ്യും? ഇതിവിടുന്ന് 40 ജമ്പ് ചെയ്തു. വീണ്ടും 4 hours. 6 + 4 10. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന മാക്സിമം എത്രയാണ്? ഇതാണ് അത് കഴിഞ്ഞ് വരുന്ന മാക്സിമം. എഗെയിൻ 2 hours ആണെന്ന് വിചാരിക്കുക. 40നേക്കാൾ സപ്പോസ് അത് 20 എടുക്കുകയാണ് ഞാൻ. അപ്പോൾ എന്ത് വരയ്ക്കും? ഇത് ഇവിടെ നിന്ന് 20 വന്നു. എഗെയിൻ 2 hours ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ഞാൻ 12 എന്ന് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ഇതിനേക്കാൾ മിനിമം വരുന്ന ഏതാണ്? നമ്മളുടെ ഇനീഷ്യൽ 1. ഇത് എത്രയാണ്? ഫോർ എക്സാമ്പിൾ 10 ആണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ഡ്യൂറേഷനും ഉണ്ട്. എഗെയിൻ ദാറ്റ് ഈസ് 2 hours ആണെന്ന് വിചാരിക്കുക. ഇവിടെയുണ്ട്. ദാറ്റ് ഈസ് എഗെയിൻ 2 hours ആണെന്ന് വിചാരിക്കുക. സോ 2 + 2 4 hours 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് എഗെയിൻ ഇവിടെ മാറ്റുക. ഫോർ അവേഴ്സ് 4 hours 16. സോ ദിസ് ഇസ് 10. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? ലോഡ് ഡ്യൂറേഷൻ കർവ്. സോ ദിസ് ഇസ് ദ ലോഡ് ഡ്യൂറേഷൻ കർവ്. അപ്പോൾ ഈ ഒരു ലോഡ് ഡ്യൂറേഷൻ കർവിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ലോഡ് ഇസ് ഡ്രോൺ ഇൻ ദ ഡിക്രീസിങ് ഓർഡർ. ലോഡ് ഡിക്രീസിങ് ഓർഡറിൽ വരുന്ന രീതിയിലാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളുടെ ഫിഗർ വരച്ചിരിക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലോഡ് ഡ്യൂറേഷൻ കർവ്. അപ്പോൾ ലോഡ് കർവും ലോഡ് ഡ്യൂറേഷൻ കർവും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. കാൽക്കുലേഷൻസ് എല്ലാം സെയിം ആണ്. ലോഡ് ഫാക്ടറിൻ്റെ ഏരിയ എടുക്കുക, ടോട്ടൽ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക. കാൽക്കുലേഷൻ സെയിം ആണ്, ജസ്റ്റ് 2 രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ്
പവർ ജനറേഷൻ്റെ എക്കണോമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് വരുന്ന കുറച്ച് ടേംസ് ആയിരുന്നു. ഫസ്റ്റ് ലോഡ് കർവ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ എന്താ ഡിഫറെൻറ്റ് ടേംസ്, ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്ലാന്റ് യൂസ് ഫാക്ടർ, പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ, യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓൾസോ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, സിഗ്നിഫിക്കൻസ് ഓഫ് ലോഡ് ഫാക്ടർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതിനകത്ത് നിന്ന് വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. സോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക് യു.